നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. ശശി തരൂരിന്റെ വികസന ലേഖനത്തിൽ വിവാദം കൊഴുക്കുന്നു. തരൂരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. തരൂരിനെ തള്ളാതെയും സർക്കാരിനെ വിമർശിച്ചും കെ സുധാകരൻ. അമർഷം പരസ്യമാക്കി എം ഹസൻ. UDF സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി. ലേഖനത്തിലെ നിലപാട് തിരുത്താതെ തരൂർ. ആശാവർക്കർമാരുടെ സമരത്തിന് കേന്ദ്രത്തെ പഴിച്ച് ധനമന്ത്രി. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം പണം തരാത്തതെന്ന് KN ബാലഗോപാൽ. നൽകുന്നത് ഉയർന്ന ഓണറേറിയമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ. സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം 7ാം ദിവസം. കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ഒപ്പമുണ്ടായിരുന്ന യുവതിക്കും കൈക്കുഞ്ഞിനും കമ്പിവടി ആക്രമണത്തിൽ പരുക്ക്. കോട്ടയത്ത് അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരന് ക്രൂരമർദ്ദനം. മൂന്നാറിൽ അക്രമം തുടർന്ന് പടയപ്പയും ചക്കക്കൊമ്പനും. ബൈക്ക് യാത്രക്കാർക്കും വഴിയോരക്കടയ്ക്കും നേരെ പടയപ്പയുടെ പരാക്രമം. ചിന്നക്കനാലിൽ വീടുകൾ ആക്രമിച്ച് ചക്കക്കൊമ്പൻ. തെന്മല പാലരുവിയിൽ കാട്ടുകടന്തൽ ആക്രമണം. ടൂറിസ്റ്റുകളടക്കം 20 പേർക്ക് പരിക്ക്. മധ്യസ്ഥ ചർച്ചകൾക്കിടയിലും സിനിമാ പോര് തുടരുന്നു. താരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ശ്രീകുമാരൻ തമ്പി. സമരപ്രഖ്യാപനത്തിൽ ഉറച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ഡൽഹി ദുരന്തത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു റെയിൽവേ. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷം വീതം സഹായധനം. മരിച്ച 18 പേരിൽ 5 കുട്ടികൾ, 9 സ്ത്രീകൾ. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. കുടിയേറ്റക്കാരുമായുള്ള 3ാം വിമാനം ഇന്ന് ഇന്ത്യയിലെത്തും. അമേരിക്കയിൽ നിന്നും അമൃത്സറിലെത്തുന്ന വിമാനത്തിൽ 157 ഇന്ത്യക്കാർ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. ഗുജറാത്താണ് എതിരാളികൾ. മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. IPL 2025 സീസൺ മാർച്ച് 22-ന് തുടങ്ങും. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ശശി തരൂരും UDFും നേർക്കുനേർ പോരിലേക്ക്. മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയും UDF കൺവീനറും വാർത്താ സമ്മേളനം നടത്തി. ശശി തരൂരിനെ വിമർശിച്ചപ്പോൾ താൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന മറുചോദ്യവുമായി തരൂരും മാധ്യമങ്ങളെ കണ്ടു. തന്നോട് ആരും വിശദീകരണം ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോട് അത് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ MP, കോൺഗ്രസിന്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാൻ. അതുപോലെ വമ്പിച്ച മാറ്റം കേരളത്തിൽ വ്യവസായ രംഗത്ത് വരുത്തിയത്, ഇൻവെസ്റ്റ്മെന്റ് രംഗത്ത് വരുത്തിയത് UDF ഗവൺമെന്റുകളാണ്. ഏത് സ്റ്റാർട്ടപ്പ് വരണമെങ്കിലും ഏത് IT ഡെവലപ്മെന്റ് വരണമെങ്കിലും ഒക്കെ ക്വാളിഫൈഡ് ആയ ടെക്നിക്കലായ ആളുകൾ പാസ്സായി വരണം. എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണ്ടേ, പ്രൊഫഷണൽ കോളേജുകൾ വേണ്ടേ? ആ പ്രൊഫഷണൽ കോളേജിനെതിരായി അന്നത്തെ ഇടതുപക്ഷ സമരം നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, രക്തരൂക്ഷിതമായ സമരം. അതിനെ മറികടന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത്. ഇന്നലെ രാത്രി നിലപാട് അല്പം മയപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ ശശി തരൂർ യുദ്ധത്തിനില്ല എന്ന പ്രതീതി ഉയർന്നിരുന്നു. UDF സർക്കാരുകളുടെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതിനിടെ വീണ്ടും ശശി തരൂരിന്റെ പോസ്റ്റ് വന്നു. രണ്ടിലും ഉള്ളടക്കം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ. പക്ഷേ പിന്നീട് മാധ്യമങ്ങളെ കണ്ട ശശി തരൂർ നിലപാട് കടുപ്പിക്കുന്നതാണ് കണ്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും ഇന്ന് UDF കൺവീനറും പറഞ്ഞതല്ല പാർട്ടി നിലപാടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ആകെ 2 പേര് വിളിച്ചിരിക്കുന്നത് എന്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും 2 ആളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവരെ ഒഴിച്ചിട്ട് വേറെ ആരുടെയും. നിലപാട് പറയാൻ പ്രവർത്തക സമിതി പദവി തടസ്സമാണെങ്കിൽ അതും വേണ്ട. ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറഞ്ഞേ. മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്,
ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് താൻ ലേഖനം എഴുതിയത്. അത് തെറ്റാണെങ്കിൽ തെളിയിക്കാൻ കൂടി പരോക്ഷമായി വെല്ലുവിളിക്കുന്നു തിരുവനന്തപുരം MP. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും പോർത്ത് അത് ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല. ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ നോക്കൂ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളോർക്ക് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? ന്യൂസ് 18 തിരുവനന്തപുരം. വിമർശകർക്ക് മുന്നിൽ കീഴടങ്ങാൻ ഇല്ലെന്ന് വ്യക്തമാക്കി ശശി തരൂർ നിലപാട് കടുപ്പിച്ചതോടെ അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് എന്നത് മുതൽ തരൂർ പാർട്ടി വിട്ടേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ വരെ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. ഇനിയും എനിക്ക് എന്റെ കൈയക്ഷരത്തിൽ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ഇനിയും പറയാൻ സമയമുണ്ട്. ലേഖന വിവാദത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും UDF കക്ഷി നേതാക്കൾക്കുമുള്ള തരൂരിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാക്കുകൾ. നിലപാട് മാറ്റില്ലെന്നും പറയാനുള്ളത് ഇനിയും ഉറച്ചു പറയുമെന്നും ശശി തരൂർ പറഞ്ഞു വെക്കുന്നതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിർണായക ഇടപെടലുകൾക്ക് ഒരുങ്ങുകയാണെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതാക്കൾ. പ്രവർത്തക സമിതി അംഗമെന്ന പദവി ഉപയോഗിച്ച് പുനഃസംഘടനാ വിഷയത്തിലടക്കം നിലപാട് വ്യക്തമാക്കി സംസ്ഥാനത്ത് സജീവമാകാനുള്ള നീക്കമാണ് തരൂർ നടത്തുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതേസമയം നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ട് പാർട്ടി വിടാനുള്ള ശ്രമമാണ് തരൂർ നടത്തുന്നതെന്നാണ് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ മറ്റൊന്ന്. ശശി തരൂർ MP സ്ഥാനം രാജിവെക്കുമെന്നും BJP പിന്തുണയോടെ രാജ്യസഭാംഗമാകുമെന്നും അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്നുമൊക്കെ വിശ്വസിക്കുന്ന നേതാക്കളുമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ. ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ശശി തരൂർ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ചേക്കുമെന്നും മറ്റു ചില പദവികൾ ലക്ഷ്യമാക്കിയാണ് അദ്ദേഹത്തിന്റെ നിലവിലെ നീക്കങ്ങളെന്നും കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ചയുണ്ട്. തരൂരിന് മുമ്പിലെ സാധ്യതകൾ ഇങ്ങനെ ചർച്ചകളിൽ നിറയുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് വികസന വിഷയങ്ങളിലെ മുൻ നിലപാടുകൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന വിലയിരുത്തലിലാണ് തരൂർ ക്യാമ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂരിനെ വിമർശിക്കാതെയും സർക്കാരിനെ പരിഹസിച്ചും KPCC അധ്യക്ഷൻ K. സുധാകരൻ. കേരളത്തിൽ ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടായത് കോഴിക്കടകളും തട്ടുകടകളും ചേർത്താണെന്നാണ് K. സുധാകരന്റെ പരിഹാസം. പുതിയ 2.9 ലക്ഷം സംരംഭങ്ങളുടെ പട്ടിക പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നുവെന്നും K. സുധാകരൻ പ്രസ്താവനയിൽ പറഞ്ഞു. തരൂരിന്റെ പുകഴ്ത്തൽ ഇടത് കേന്ദ്രങ്ങൾ ആയുധമാക്കുകയാണ്. ശശി തരൂരിനെ പുകഴ്ത്തി മുഖ്യമന്ത്രി. ശശി തരൂരിന്റേത് കേരളത്തിന്റെ നേട്ടത്തെ തുടർന്നുള്ള സ്വാഭാവിക പ്രതികരണമാണ്. നശീകരണ വാസനയുള്ള ചിലർ അത് വിവാദമാക്കിയെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. തരൂരിന്റെ പരാമർശം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് EP ജയരാജൻ പറഞ്ഞു. തരൂരിനെ പുകഴ്ത്തി AK ബാലനും രംഗത്തെത്തി. ഈ കാര്യങ്ങൾ കേരളത്തിന്റെ വ്യവസായ രംഗത്തെ വളർച്ചയിലും കേരളത്തിന്റെ പുരോഗതിയിലും വസ്തുതാപരമായ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ വസ്തുതാപരമായ കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സമർത്ഥിക്കുന്നത്. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? സത്യസന്ധമായിട്ടൊന്നും പറയാൻ പാടില്ല എന്നാണോ? കേരളത്തിന് നേട്ടമായി പോകും, അതുകൊണ്ട് കേരളത്തിന്റെ നേട്ടം കുറച്ച് പറയണം, ഓരോ ദിവസം കുറച്ച് പറയണമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? പിന്നെ എന്റെ കാലഘട്ടത്തിലാണ് വ്യവസായം വല്ലാണ്ട് വികസിച്ചു പോയത് എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിലെ CITUവിന്റെ പ്രസിഡന്റും സെക്രട്ടറി ആയിട്ട് കുറെ കാലം ഉണ്ടായി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പുതുശ്ശേരി മേഖലയിൽ ഞാൻ വെല്ലുവിളിക്കും 500ഓളം സ്ഥാപനങ്ങളിൽ 200 സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിയതാണ്. വ്യവസായ രംഗത്തെ മാറ്റത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞത് വസ്തുത മാത്രമെന്നും അത് അംഗീകരിക്കണമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ. വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനം തെറ്റാണ്. കേരളം നല്ലതെന്ന് പറഞ്ഞാൽ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഇന്നിപ്പോൾ അംഗീകരിക്കുന്ന കാര്യമാണ്.
അത് നീതി ആയോഗിന്റെ കണക്കുകളിലാണ് കേരളത്തിന്റെ നേട്ടങ്ങളിൽ ഏറെ പോയിന്റ് ഉള്ളത്. മറ്റൊന്ന്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ വളരെ പുറകിലായിരുന്നു. 15ാം സ്ഥാനത്തേക്ക് പിന്നീടെത്തി. അതിനുശേഷം 1ാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നതും രേഖകളിൽ വന്നതും ബിസിനസ് കമ്മ്യൂണിറ്റിയോടൊക്കെ അംഗീകരിക്കുന്നതാണ്. ശ്രീ ശശി തരൂർ പറഞ്ഞു, ഇത് നന്നായിട്ട് കേരളത്തിന് കൂടുതൽ ഉപകാരപ്രദമായും കൂടുതൽ പ്രയോജനകരമായും നമുക്ക് ഉപയോഗിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വസ്തുതയാണ്, സത്യമാണ്. സ്വന്തം സ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുവെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനായാലും കമ്മ്യൂണിസ്റ്റുകാരനായാലും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും വസ്തുതയല്ലേ പറഞ്ഞത്. അത് അംഗീകരിക്കേണ്ടതാണ്. അവിടെയാണ് കോൺഗ്രസ് നേതൃത്വം എടുത്ത സമീപനം. ആ സമീപനം കേരളത്തിൻ്റെ ഏത് വികസനത്തിനെയും ഞങ്ങൾ എതിർക്കും. കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട്. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ പ്രസ്താവനകൾ മുമ്പും പല ഘട്ടങ്ങളിലും തരൂരിൽ നിന്നുണ്ടായിട്ടുണ്ട്. നോക്കാം തരൂരും വിവാദങ്ങളും. പാർട്ടിയെയും മുന്നണിയെയും തരൂർ പ്രതിസന്ധിയിലാക്കിയ നിരവധി സന്ദർഭങ്ങളുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം കത്തിനിൽക്കുന്ന സമയം, കേരളത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി നിരവധി കൂട്ടായ്മകൾ, കോഴിക്കോട് മുസ്ലിം സംഘടനകളുടെ യോഗത്തിനെത്തിയ തരൂർ ഹമാസ് തീവ്രവാദ സംഘടനയെന്ന് നിലപാടെടുത്തു. കേരളത്തിൽ ഇടതു വലതു നേതൃത്വങ്ങൾ ഹമാസ് അനുകൂല നിലപാടെടുക്കുമ്പോഴായിരുന്നു ഈ പ്രസ്താവനയെന്നതാണ് ശ്രദ്ധേയം. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധമുയർന്നിട്ടും തരൂർ നിലപാട് മാറ്റിയില്ല. ഏകീകൃത സിവിൽ കോഡിനെതിരെയാണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട് പോലും. പക്ഷേ അതത്ര മോശം ആശയമല്ലെന്ന് പരസ്യമായി പറയാൻ തരൂർ മടിച്ചില്ല. കേരളത്തിൽ LDFും UDFും തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനത്തെ എതിർത്തു. പക്ഷേ തിരുവനന്തപുരം MP കൂടിയായ തരൂർ കേന്ദ്ര തീരുമാനത്തെ പരസ്യമായി പിന്തുണച്ചു. തരൂരിന്റെ ഈ നീക്കം വിശദീകരിക്കാൻ കോൺഗ്രസ് പാടുപെട്ടു. കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ തീരുമാനം ദേശീയ തലത്തിൽ പ്രതിപക്ഷം ശക്തമായി ഉയർത്തിക്കാട്ടി. എന്നാൽ തീരുമാനം മികച്ചതെന്നായിരുന്നു തരൂരിന്റെ നിലപാട്. പാഠപുസ്തകങ്ങളിലൂടെ BJP രാഷ്ട്രീയ പ്രചരണം നടത്തുന്നുവെന്ന് കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്ത സമയം. പക്ഷേ ഗോൾവൽക്കറുടെയും സവർക്കറുടെയും ജീവചരിത്രം പാഠപുസ്തകത്തിന്റെ ഭാഗമാക്കിയതിൽ തെറ്റില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. കോൺഗ്രസിൽ നെഹ്റു കുടുംബത്തിന്റേതാണ് അവസാന വാക്ക്. സോണിയാഗാന്ധിക്ക് പകരം പുതിയ അധ്യക്ഷനുണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്തയച്ചവരുടെ മുൻനിരയിൽ തരൂരുണ്ടായിരുന്നു. തീർന്നില്ല, അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാനും തരൂർ ധൈര്യം കാട്ടി. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയ തരൂരിന്റെ നിലപാടാണ് ഇപ്പോൾ ചർച്ചയെങ്കിൽ സംസ്ഥാന സർക്കാരിനെ തരൂർ മുമ്പ് പുകഴ്ത്തിയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും പിണറായി വിജയനെ വരെ പുകഴ്ത്താനും തരൂർ തയ്യാറായിട്ടുണ്ട്. എതിർചേരിക്ക് ആയുധം നൽകുന്ന ഈ വിവാദ നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തരൂരിന്റെ പുതിയ രാഷ്ട്രീയ നീക്കമാണിതെന്ന് വ്യാഖ്യാനങ്ങളുണ്ടായി. ഇത്തവണയും തരൂർ ഇടതുപക്ഷവുമായി അടുക്കുന്നുവെന്ന ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആശാ വർക്കർമാരെ ചിലർ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ LDFിനും കേരള സർക്കാരിനുമുള്ള താൽപര്യം അവരെ കുത്തിയിളക്കി വിടുന്നവർക്ക് ഉണ്ടാകില്ല. കേന്ദ്രം പണം തരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ധനമന്ത്രി പറഞ്ഞു. ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ, ആ പാവപ്പെട്ട തൊഴിലാളികളോട് നമുക്ക് അങ്ങേയറ്റം ന്യായമായ പിന്തുണയുണ്ട്. അവരോട് പറയണ്ടേ, ഇത് നരേന്ദ്രമോദി ഗവൺമെൻറ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല, അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല. ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറയണ്ടേ. അപ്പോൾ ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിനും LDFിനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തിയിളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്ത് ആശാ വർക്കർമാർക്ക് ലഭിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ഓണറേറിയമാണെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ അറിയിച്ചു. ടെലിഫോൺ അലവൻസ് ഉൾപ്പെടെ 13,200 രൂപ വരെ ആശാപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാപനത്തിൽ സ്ഥിരം ജോലിയായല്ല ഇവരെ നിയമിക്കുന്നത്. അതിനാൽ അവർക്ക് സ്ഥിരം ശമ്പളമല്ല, മറിച്ച് ആരോഗ്യ സേവനങ്ങൾക്കുള്ള ഇൻസെന്റീവായിട്ടാണ് ഓരോ മാസവും നൽകുന്നത്. ആശാ വർക്കർമാർക്ക് 7,000 രൂപ മാത്രമാണ് കിട്ടുന്നത് എന്ന പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ വ്യക്തമാക്കി. ആശാ വർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിശോധിക്കാൻ കമ്മിറ്റി രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. കമ്മിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആശാ വർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനെന്നും രാജ്യത്ത് കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യ വകുപ്പിന് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മുടെ ആശമാർക്ക് സംസ്ഥാനങ്ങൾ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച കാര്യം. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഓണറേറിയവും അതുകൂടാതെ ലഭിക്കുന്ന ഇൻസെന്റീവുകളുമാണ് ആശമാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വേതനം. സംസ്ഥാനത്തിന്റെ ഷെയർ
ഏറ്റവും കൂടുതൽ രാജ്യത്ത് നൽകുന്നത് കേരളമാണ്. അനേക വർഷങ്ങളായി കേന്ദ്രം നൽകുന്ന ഇൻസെന്റീവ് ഉയർത്തിയിട്ട്. അപ്പൊ ഞാൻ നൽകിയ നിവേദനങ്ങളിൽ ഒന്നാമതായി എഴുതിയിരുന്നത് ആശമാരുടെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം കേന്ദ്രം നൽകുന്നത് 2000 രൂപയാണ്. അപ്പോ അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്, കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. അതേസമയം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 7ാം ദിവസവും തുടരുകയാണ്. വിരമിക്കൽ പ്രായം പ്രഖ്യാപിക്കുന്നതിനൊപ്പം ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കിയിൽ കാട്ടാനകളുടെ ആക്രമണം രൂക്ഷമാകുന്നു. മൂന്നാർ കന്നിമലയിൽ ഇറങ്ങിയ പടയപ്പ ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. ഒരു വഴിയോര കടയും തകർത്തു. അതേസമയം ചിന്നക്കനാലിൽ ഇറങ്ങിയ ചക്കക്കൊമ്പൻ തകർത്തത് 2 വീടുകളാണ്. കാട്ടാനകളുടെ ആക്രമണ ഭീതിയിലാണ് ഇടുക്കി. കാട്ടാനകളായ പടയപ്പയും ചക്കക്കൊമ്പനും നാട്ടിലിറങ്ങി മനുഷ്യരെ ഉപദ്രവിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഇറങ്ങിയ പടയപ്പ ഒരു വഴിയോരക്കട തകർത്തു. അരമണിക്കൂറോളം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. ഇന്നലെ രാത്രിയിൽ മൂന്നാർ ഉദുമൽപെട്ട് അന്തർ സംസ്ഥാന പാതയിൽ നിലയുറപ്പിച്ച കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. ബാലദണ്ഡൻ, വിഘ്നേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആന മതപ്പാടിലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചു. அவங்களுக்கு அடிபட்டு இப்போ முடியாத பட்சத்துக்கு எந்திரிச்சு நடக்க முடியாது. தகுந்த சிகிச்சைகளை அவங்களுக்கு எடுத்து கொடுக்கணும். அவங்களுக்குள்ள உத்தரவாதங்களை அரசாங்கமும் இந்த ஃபாரஸ்ட் டிபார்ட்மெண்ட் எல்லாமே எடுத்து செஞ்சு நல்ல விதத்தில் கொண்டு வரணும். அவங்களுக்கு பின்னோக்கி நிற்கிறதுக்கு உண்டான ஆட்கள் யாரும் இல்லை. அப்பா இல்லை, அம்மாவும் வேலை இல்லை, எஸ்டேட்டில் வேலை வாய்ப்பு இல்லை. இந்த பயல்களும் இருக்கிற என் தம்பிமாரு தான் எஸ்டேட்டில் இல்லாமல் வந்து இங்கே ஜவுளி கடையில் வேலை செஞ்சு தான் குடும்பத்தை காப்பாற்றி கொண்டு போயிட்டு இருக்காங்க. அதுக்கு உண்டான உத்தரவாதத்தை இந்த அரசாங்கமும் ஃபாரஸ்ட் டிபார்ட்மெண்ட்டும் எல்லாம் எடுத்து செஞ்சுதான் அவங்களோட சிகிச்சை ட்ரீட்மெண்ட் எல்லாத்தையுமே நீங்க தான் பார்த்து செஞ்சு கொடுத்துருக்கணும். ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത്. ചിന്നക്കനാൽ 301-ൽ 2 വീടുകൾ ആക്രമിച്ച് തകർത്തു. കല്ലുപറമ്പ് സാവിത്രിയുടെയും ലക്ഷ്മിയുടെയും വീടുകളാണ് തകർന്നത്. 2 വീടുകളിലും ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സാവിത്രിയുടെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മിയുടെ വീടിന്റെ മുൻവശവുമാണ് കാട്ടാന തകർത്തത്. പ്രദേശത്തെ കൃഷിയും നശിപ്പിച്ചു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം തെന്മല പാലരുവിയിൽ വിനോദസഞ്ചാരികൾ അടക്കം 20 പേർക്ക് കാട്ടുകടന്നലിന്റെ കുത്തേറ്റു. 5 ഗാർഡുമാർക്കും 15 വിനോദസഞ്ചാരികൾക്കുമാണ് പരിക്കേറ്റത്. പാലരുവിക്കുള്ളിലെ ക്യാന്റീന് സമീപത്ത് വെച്ചാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. രക്ഷിക്കാനെത്തിയ സുരക്ഷാ ജീവനക്കാർക്കും കുത്തേൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആര്യങ്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ആക്രമണത്തിൽ 7 മാസം പ്രായമായ കുഞ്ഞിനും അമ്മയ്ക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പള്ളിക്കൽ മൈലം മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. വടിവാൾ, കമ്പിവടി എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ സത്യൻ, ഭാര്യ ലത, ഇവരുടെ മകൻ അരുൺ എന്നിവർക്ക് പരിക്കേറ്റു. അരുണിന്റെ ഭാര്യ അമൃതയെ തള്ളി താഴെയിട്ടത് മൂലം കയ്യിലിരുന്ന 7 മാസം പ്രായമുള്ള കുട്ടിക്കും പരിക്കുണ്ട്. ക്ഷേത്രത്തിന് സമീപമുള്ള വഴിയിൽ പതിയിരുന്നവർ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. അമ്പലം തൊഴുത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചേർന്ന് കുറെ തല്ലി. എന്റെ ഭർത്താവിനെ കഴുത്ത് നോക്കി വാളെടുത്ത് വേണ്ടി അമ്മയും അച്ഛനെ കുറെ തല്ലി. അവര് കേസ് കൊടുത്ത് ഞങ്ങൾ പ്രതികളായത്. ആ വൈരാഗ്യത്തെ പൊങ്കാലിക്ക് വീണ്ടും ഞങ്ങളെ വെട്ടിയത് മോനെ, എന്നെ, ഭർത്താവിനെ, മരുമോളെ, 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ. തലയ്ക്കും കഴുത്തിനും വെട്ടേറ്റ അരുണിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സത്യന്റെ കൈക്കും കാലിനും വെട്ടേറ്റു. ഇയാളെയും ഭാര്യയെയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വർഷം മുൻപ് ഉത്സവ കെട്ടുകാഴ്ചക്കിടെ ഇരുകൂട്ടരും തമ്മിലടിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരന് ക്രൂരമർദ്ദനം. കോട്ടയം പഴുത്തുംപാറ പാറക്കുളത്തായിരുന്നു സംഭവം. അപകടത്തിൽപ്പെട്ട കാറിൽ യാത്ര ചെയ്തവരാണ് യുവാവിനെ മർദ്ദിച്ചത്. പാത്താമൂട്ടം സെന്റ് ഗിഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. തിരുവനന്തപുരം കാട്ടാക്കട കുറ്റിച്ചിലയിൽ VHSE വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് നാളെ സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ക്ലർക്കിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് കുട്ടി ജീവനൊടുക്കിയെന്നാണ് പരാതി. ക്ലർക്ക് സനലിനെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിലെ ക്ലർക്ക് സനൽകുമാറിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് മരിച്ച എബ്രഹാം ബെൻസന്റെ കുടുംബത്തിന്റെ ആവശ്യം.
സനലിന്റെ മോശം പെരുമാറ്റമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് സഹപാഠികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. VHSC ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സനലിനെ കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇയാൾ ഒളിവിലാണ്. നിലവിൽ ആരെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടില്ല. നാളെ സ്കൂൾ അധികൃതരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. നേരത്തെ ജോലി ചെയ്തിരുന്ന സ്കൂളുകളിലും സനൽ മോശമായി പെരുമാറിയതായുള്ള വിവരം പുറത്തുവന്നിരുന്നു. സനലിനെതിരെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക റിപ്പോർട്ട് നൽകിയത്. സനലിനെതിരെ പോലീസ് നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് BJP പ്രാദേശിക നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ച് മന്ത്രി വി ശിവൻകുട്ടി. സംവിധാനങ്ങൾ ഉണ്ടായിട്ടും റാഗിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കാനായിട്ടില്ല. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും റാഗിംഗ് വിരുദ്ധ സെല്ലുകൾ കൊണ്ടുവരുന്ന കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുകയാണെന്നും ഇതിന്റെ ഘടന, പ്രവർത്തനം എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ സമിതിയെ നിയോഗിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളക്കേസിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ്. പ്രതി സഞ്ചരിച്ചത് TVS എൻഡോർക്കിലാണെന്നാണ് കണ്ടെത്തൽ. തൃശൂർ ജില്ലയിലെ എൻഡോർക്ക് ഉടമകളുടെ പട്ടിക തയ്യാറാക്കി അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. അതേസമയം ബാങ്കിൽ കവർച്ച നടത്തിയത് മലയാളി തന്നെയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ കവർച്ച നടത്തിയത് മലയാളി തന്നെയെന്ന നിഗമനത്തിലാണ് പോലീസ്. ബാങ്കിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾ തന്നെയാകാം മോഷണം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. അതിനാൽ അന്വേഷണം പ്രദേശവാസികളിലേക്കും വ്യാപിപ്പിച്ചു. അതേസമയം മോഷ്ടാവെത്തിയ ബൈക്കിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച ആദ്യ വിവരം. പ്രതി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാഹചര്യവും പോലീസ് തള്ളിക്കളയുന്നില്ല. ബാങ്കിനുള്ളിൽ നിന്നും പ്രതിക്ക് സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരുടെ ഫോൺ പോലീസ് പരിശോധിച്ചു വരികയാണ്. ബാങ്ക് കൗണ്ടറിൽ 47 ലക്ഷം രൂപയുണ്ടായിട്ടും 5 ലക്ഷത്തിന്റെ 3 കെട്ട് മാത്രമാണ് പ്രതി കൈക്കലാക്കിയത്. കൂടുതൽ പണം എടുക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാതിരുന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. സിനിമാ നിർമ്മാതാക്കൾക്കിടയിലെ തർക്കത്തിൽ മഞ്ഞുരുക്കമായില്ല. മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ പോര് പിന്നണിയിലും തുടരുകയാണ്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലമാണ് സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന നിർമ്മാതാക്കളുടെ വാദത്തെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പിയും രംഗത്തെത്തി. അതേസമയം സമരം തുടങ്ങുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാർ തർക്കം തീർക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ പലതും നടന്നു. പക്ഷേ മഞ്ഞുരുക്കമായില്ല. ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ ഇടപെടലുകളും ഫലം കാണുന്നില്ലെന്ന് തെളിയിക്കുന്നതാണ് സുരേഷ് കുമാറിന്റെ നീക്കം. പരസ്യ പ്രതികരണമില്ലെങ്കിലും മോഹൻലാൽ വിവാദത്തിൽ ഇടപെട്ടതിലടക്കമുള്ള കടുത്ത അതൃപ്തി സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ യോഗത്തിൽ അറിയിച്ചു. അതേസമയം സുരേഷ് കുമാറിന്റെ പരാമർശം തെറ്റെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആന്റണി പെരുമ്പാവൂർ. ധാരണയില്ലാതെ പറഞ്ഞത് പിൻവലിക്കണമെന്ന ആവശ്യം സുരേഷ് അംഗീകരിച്ചില്ല. സുരേഷ് തിരുത്തുമെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉറപ്പും ലംഘിക്കപ്പെട്ടെന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ നിലപാട്. സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി ഉന്നയിച്ചു തുടങ്ങിയ തർക്കം സംഘടനയ്ക്കുള്ളിലേക്ക് ബാധിച്ചുവെന്നതാണ് നിലവിലെ സ്ഥിതി. സംഘടനയിലെ തർക്കം തീർക്കണമോ അതോ സിനിമാ വ്യവസായത്തിലെ പ്രതിസന്ധി ചർച്ചയാക്കണമോ എന്നതാണ് നിർമ്മാതാക്കളെ കുഴയ്ക്കുന്ന പ്രശ്നങ്ങൾ. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തത് തന്നെയാണ് സിനിമയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ഫെബ്രുവരിയിൽ റിലീസായ സിനിമകളുടെ ലാഭനഷ്ട കണക്കുകൾ കൂടി പുറത്തുവരുന്നതോടെ സിനിമാ നിർമ്മാണ മേഖല നേരിടുന്ന പ്രതിസന്ധിയെപ്പറ്റി കൂടുതൽ വ്യക്തത വരുമെന്നാണ് നിർമ്മാതാക്കളുടെ വാദം. ഇതിനിടെ നിർമ്മാതാക്കളുടെ വാദത്തെ പിന്തുണച്ച് ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തി. നിർമ്മാതാക്കൾ തൊഴിലാളിയും അഭിനേതാക്കൾ മുതലാളിയും എന്നതാണ് സ്ഥിതിയെന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം. ന്യൂസ് 18 കൊച്ചി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി ഉണ്ടായ തിക്കിലും തിരക്കിലും 18 പേരാണ് മരിച്ചത്. കുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ അനിയന്ത്രിത തിരക്കാണ് അപകടത്തിന് കാരണം. ട്രെയിൻ പുറപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന അഭ്യൂഹം പ്രചരിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അപകടം. 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. 10:10 പുറപ്പെടുന്ന പ്രയാഗ്രാജ് എക്സ്പ്രസിൽ കയറാനായി ഓരോ മിനിറ്റിലും നിരവധി പേരാണ് 14-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പുറപ്പെടേണ്ട സമയം വൈകിയതിനാൽ പ്രയാഗ്രാജ് വഴി കടന്നു പോകുന്ന ഭുവനേശ്വർ രാജധാനിയിലും സ്വതന്ത്ര ജയന്തി എക്സ്പ്രസിലും കയറേണ്ട യാത്രക്കാരും പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. തിരക്ക് കാരണം സ്റ്റെയർ കേസും മേൽപ്പാലവും നിറഞ്ഞു കവിഞ്ഞു. റെയിൽവേയുടെ കണക്ക് പ്രകാരം മണിക്കൂറിൽ 1500 ജനറൽ ടിക്കറ്റുകളാണ് വിറ്റത്. ഇതിനിടെ ട്രെയിൻ പുറപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന അഭ്യൂഹം പ്രചരിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. मैंने ऐसी भीड़ कभी जिंदगी में नहीं देखी। तो ये अनसा हुआ प्रयागराज स्पेशल
भेज रहे थे ये लोग, उसको 12 नंबर से चेंज 16 नंबर कर दिया। 12 नंबर की पब्लिक 16 पे आई और बाहर की पब्लिक जब 16 पे जाने लगी तो एकदम बच गई पब्लिक। एस्केलेटर और जीने पे पब्लिक गिर गई। कुली भाइयों को ठीक पड़ा, कुली भाई दौड़ के आए, पूरे कुली भाइयों ने रास्ता ब्लॉक किया, ब्लॉक करके पब्लिक को रोक के और लाश निकाली। हमने खुद ने एम्बुलेंस में लोड की। 15 हमने लोड किए और आगे पता नहीं है, 15 हमने लोड किए। अरे साहब, खाई जूता पड़ा, खाई कपड़ा पड़ा, पब्लिक बच गई, एकदम दब गई नीचे पब्लिक दब गई एकदम। എന്നാൽ ഇത്തരമൊരു അറിയിപ്പ് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. മരിച്ചവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. ഡൽഹി, ബീഹാർ, ഹരിയാന സ്വദേശികളാണ് മരിച്ചത്. ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സ്ഥിതിഗതികൾ ബോധിപ്പിച്ചു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങി. അപകട കാരണം കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ ആവശ്യമായ സജ്ജീകരണം ഒരുക്കാത്തതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന വിമർശനവുമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രംഗത്തുവന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ വിമാനം ഇന്നെത്തും. 157 ഇന്ത്യക്കാരെയാണ് തിരിച്ച് എത്തിക്കുന്നത്. മോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ അനധികൃത കുടിയേറ്റക്കാരുടെ രണ്ടാമത്തെ സംഘത്തെ ട്രംപ് ഭരണകൂടം തിരിച്ചയച്ചിരുന്നു. 116 ഇന്ത്യക്കാരെയാണ് ഇന്നലെ തിരിച്ചെത്തിച്ചത്. KK ശൈലജയ്ക്കെതിരായ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിന് മുസ്ലിം ലീഗ് നേതാവിന് പിഴ ശിക്ഷ. TH അസ്ലമിനെയാണ് തലശ്ശേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. UDF ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമാണ് അസ്ലം. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് ശൈലജ പറഞ്ഞെന്നായിരുന്നു വ്യാജ വീഡിയോ. വിവാദങ്ങൾക്കൊടുവിൽ ആത്മകഥ പുറത്തിറക്കാനൊരുങ്ങി EP ജയരാജൻ. പുസ്തകം ഏപ്രിലിൽ പുറത്തിറക്കുമെന്ന് EP ജയരാജൻ വ്യക്തമാക്കി. പുതിയ പ്രസാധകരുമായി സംസാരിച്ചുവെന്നും CPIM പാർട്ടി കോൺഗ്രസിന് ശേഷം പ്രസിദ്ധീകരിക്കുമെന്നും ജയരാജൻ പറഞ്ഞു. അല്ല, ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ഞാൻ വാക്ക് കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുമായി ചർച്ച ചെയ്യാനുണ്ട്. പലരും വന്ന് സമീപിച്ചിരുന്നു. ഏതായാലും അതിൻ്റെ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വേഗത്തിൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് ഏപ്രിലിൽ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയും. ഈ മാർച്ചോടുകൂടി, ഏപ്രിൽ മാസം എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീക്ക് നമ്മുടെ 2 മുതൽ പാർട്ടി കോൺഗ്രസ്സാണ് മധുരയിൽ. അപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് 7, 8, 9 ആകുമ്പോഴേക്ക് പാർട്ടി കോൺഗ്രസ് തീരും. അതിനുശേഷം ഒരു 14 നമ്മുടെ കേരളത്തിലെ വിഷു ഉത്സവങ്ങളാണ്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ഏതെങ്കിലും ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഒന്നും തീരുമാനിച്ചില്ല. അതിൻ്റെ മുഖവരി എഴുതാനുണ്ട്, ആമുഖം എഴുതാനുണ്ട്, മറ്റു പല ആളുകളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തി അവരുടെ ഒപ്പീനിയനൊക്കെ ശേഖരിക്കാറുണ്ട്. അതിൽ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ട് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം നാളെ ചേരും. സാധാരണ നിബന്ധനകളുടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. വായ്പയുടെ വിനിയോഗത്തിന് സമയം നീട്ടി ചോദിക്കുന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ടൗൺഷിപ്പ് നിർമ്മാണം, എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ എന്നിവയുടെ പ്രവർത്തന പുരോഗതിയും ചർച്ചയാകും. റിലയൻസ് ഫൗണ്ടേഷൻ സ്ഥാപക ചെയർപേഴ്സൺ നിത അംബാനിക്ക് ആദരം. വിവിധ മേഖലകളിലെ ഇടപെടലുകൾ കണക്കിലെടുത്താണ് മസാച്യുസെറ്റ്സ് ഗവർണർ മൗറ ഹീലി വിശിഷ്ട പുരസ്കാരം നൽകി ആദരിച്ചത്. വിദ്യാഭ്യാസം, ആരോഗ്യം, കായികം, കല, സംസ്കാരം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ നിത അംബാനിയുടെ സമർപ്പണത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഫൈനൽ ലക്ഷ്യമിട്ട് കേരളം നാളെ ഇറങ്ങും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30-ക്കാണ് മത്സരം തുടങ്ങുക. സെമി ഫൈനലിൽ ഗുജറാത്താണ് എതിരാളികൾ. 2017 ശേഷം ആദ്യ ഫൈനൽ ലക്ഷ്യമിടുന്ന ഗുജറാത്തിനെ അവരുടെ തട്ടകത്തിൽ മറികടക്കുകയെന്ന വലിയ വെല്ലുവിളിയാണ് സച്ചിൻ ബേബിക്കും സംഘത്തിനും മുന്നിലുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ മത്സരം തത്സമയം കാണാം. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,890 രൂപ, പവന് 63,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,590 രൂപ, പവന് 51,920 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ, കിലോഗ്രാമിന് 1,06,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്
Kavita Gold and Diamonds. Choose your special. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം. ഭവ്യ പാർവതി എത്തും. നമസ്കാരം.